ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 95 തുടങ്ങി 101 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പേജിൽ പഠിച്ച കാര്യം എന്തായിരുന്നു? ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധവശാലല്ലാതെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രായശ്ചിത്തം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ഒരാൾ ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം വധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നരകമാണ് ശിക്ഷ. അയാൾ അതിൽ നിത്യവാസിയായിരിക്കും. അള്ളാഹുവിൻ്റെ കോപവും ശാപവും ഒക്കെ ഉണ്ടായിരിക്കും. അള്ളാഹു വമ്പിച്ച ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു തൗബ സ്വീകരിക്കും അല്ലേ? ഏതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായ പശ്ചാത്താപം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയും പുറത്തു തരികയും ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അള്ളാഹു പ്രത്യേകം സത്യവിശ്വാസികളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരാൾ സലാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ സമാധാനം എന്ന് പറയണ ഒരാളോട് നീ ഒരു സത്യവിശ്വാസി അല്ല എന്ന് ഒരിക്കലും അവരോട് പറയരുത്. ഇനി അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു യുദ്ധം മുതൽ അല്ലേ, അവരുടെ കുതിരയാവാം അല്ലെങ്കിൽ അവരുടെ വിലപിടിപ്പുള്ള വാളാവാം, അതൊക്കെ മോഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞ് കൊന്നു കളയരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ ചെയ്യണ ഓരോ കാര്യവും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു പറഞ്ഞ എന്താണ്? നിരപരാധിയായ ഒരാൾ ഒരിക്കലും കൊല ചെയ്യപ്പെടാൻ പാടില്ല അല്ലേ. ഇപ്പോൾ ഒരു എന്താണ്, ചിലവർ നമ്മൾ പറഞ്ഞു സത്യവിശ്വാസി അല്ലാത്ത ആളുകളും അല്ലേ, കപട വിശ്വാസികളും ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് പറയും അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടാലും നിരപരാധിയായ ഒരാൾ അവിടെ വധിക്കപ്പെടരുത് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അടുത്ത പേജിൽ അള്ളാഹു പറയണത് 2 കൂട്ടരെ കുറിച്ചിട്ടാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോണ ആളുകളെക്കുറിച്ചും മറ്റേത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് യുദ്ധത്തിനൊന്നും പോവാണ്ട് അടങ്ങിയിരിക്കുന്ന ആളുകളെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധത്തിനുള്ള ഒരു പൊതുവായ ആഹ്വാനം മാത്രമേ ഉള്ളൂ, ആരോടും നിർബന്ധം ചെലുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ധനവും ശരീരവും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കും. വേറെ കുറച്ച് ആൾക്കാർ യുദ്ധത്തിനൊന്നും പോവാണ്ട്, വേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാണ്ട് യുദ്ധത്തിന് പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 കൂട്ടരും സമമാവുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നവരൊക്കെയാണ് ശ്രേഷ്ഠത കൂടുതൽ എന്നാണ് അള്ളാഹു പറയണത്. അപ്പം നമുക്ക് ആയത്തൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم. فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. ലായസ്തവി സമമാവുകയില്ല. സവാന്ന് വെച്ചാൽ സമം എന്നാണ്. അപ്പം ലായസ്തവി സമമാവുകയില്ല. അൽ ഖാഇദൂന, ഖഅദാന്ന് വെച്ചാൽ എന്താ? ഇരുന്നു എന്നാണ് അർത്ഥം. അപ്പം അൽ ഖാഇദൂന ഇരിക്കുന്നവർ, അടങ്ങിയിരിക്കുന്നവർ, മിനൽ മുഅ്മിനീന സത്യവിശ്വാസികളിൽ നിന്നും. അവർ സത്യവിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷെ അവർ വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ്. ഗൈറു ഉലിൽ ലൊററി, ഗൈർ എന്ന് വെച്ചാൽ അല്ലാതെ, ഉലിൽ ലൊറ, ലൊറർ എന്ന് വെച്ചാൽ എന്താണ്? ലൊറ ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും അല്ലാതെ തന്നെ അവർ വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ്. വൽ മുജാഹിദൂന സമരം ചെയ്യുന്നവരും, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ ആദ്യം പറഞ്ഞു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വീട്ടിൽ അടങ്ങിയിരിക്കണവരും. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ എന്താണ്? വൽ മുജാഹിദൂന ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും. എങ്ങനെയാണ് അവർ സമരം ചെയ്യണത്? ബി അംവാലിഹിം വ അംഫുസിഹിം. മാലുൻ ധനം അല്ലേ, അംവാല് ധനങ്ങൾ. അപ്പോൾ അവരുടെ സ്വത്തുക്കൾ കൊണ്ടും വ അംഫുസിഹിം അവരുടെ ദേഹങ്ങൾ കൊണ്ടും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയാണ്. അപ്പോൾ അവർ 2 കൂട്ടരും സമമാവുകയില്ല. ലായസ്തവി എന്നാണ് പറഞ്ഞത് അല്ലേ, അവർ സമമല്ല.
ഫല്ലല്ലാഹു ഫല്ലല എന്ന് വെച്ചാൽ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. ആരെയാണ്? അൽ മുജാഹിദീന സമരം ചെയ്യുന്നവരെ, ബി അംവാലിഹിം വ അംഫുസിഹിം അവരുടെ സ്വത്തുക്കൾ കൊണ്ടും സ്വന്തം ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്യുന്നവരെ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അലൽ ഖാഇദീന ദറജ അടങ്ങിയിരിക്കുന്നവരെക്കാൾ പദവിയിൽ അള്ളാഹു ഇവരെ ഉയർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കണേ. ഇനി വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, വക്കുല്ലം എന്ന് വെച്ചാൽ എല്ലാവരോടും, വഅദല്ലാഹു അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അൽ ഹുസ്ന നല്ലതാണ് അള്ളാഹു, ഏറ്റവും നല്ലതെന്നാണ് ഹുസ്നയുടെ അർത്ഥം. ഏറ്റവും നല്ലതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. വഫല്ലല്ലാഹുൽ മുജാഹിദീന അള്ളാഹു സമരം ചെയ്യുന്നവരെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു, അലൽ ഖാഇദീന അടങ്ങിയിരിക്കുന്നവരെക്കാൾ അജറൻ അലീമ വമ്പിച്ച പ്രതിഫലം കൊണ്ട്. അള്ളാഹു 2 പ്രാവശ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കണം അല്ലേ. ഫല്ലല്ലാഹുൽ മുജാഹിദീന എന്ന് സമരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ശരിക്കും ജിഹാദ് എന്ന് പറയണത് അല്ലേ. ജിഹാദ് എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണ ഓരോ എഫേർട്ടും ജിഹാദിൽ പെടും. അത് പല കാര്യങ്ങളിലും സമരത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ കാലത്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ എണീക്കണത് അല്ലേ. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് എണീക്കണത്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കണതായാലും പള്ളിയിൽ പോണതായാലും എന്തും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യണത്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യവും ജിഹാദിൽ പെടും. ഇവിടെ അള്ളാഹു പറയണത് എന്താണ്? ഇവിടെ പറയണത് ഈ സമരത്തിനുള്ളൊരു ആഹ്വാനം ഉണ്ടായി. അപ്പോൾ ചിലവർ പറഞ്ഞെന്താ ഇത് നിർബന്ധമായ ഒരു ബാധ്യതയല്ലല്ലോ, ഒരു കോമൺ ആയിട്ടൊരു ഒരു ഉത്തരവ് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത് അല്ലേ. ഇങ്ങനെ ഒരു ആഹ്വാനം നിങ്ങൾ വരൂ എന്ന് മാത്രമേ പറയണുള്ളൂ. അപ്പോൾ ചിലവരെന്താ നേരത്തെ തന്നെ അവർ അത് കേൾക്കുമ്പോഴത്തേനും റെഡി ആവുകയാണ്. അവരുടെ ശരീരം കൊണ്ടും സമ്പത്തും ഒക്കെ അതിന് ചിലവാക്കാൻ അവർ റെഡിയാണ്. മറ്റൊരു അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ അവർ ദീനിൻ്റെ കാര്യങ്ങൾ വേറെ നോക്കിയിട്ട് അടങ്ങിയിരിക്കുകയാണ്, സമരത്തിന് പോകാത്ത. അവർ അള്ളാഹു ഇവിടെ കുറ്റം പറയണില്ല. അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. എന്താണ്? അള്ളാഹു വഅദല്ലാഹുൽ ഹുസ്ന അള്ളാഹു എല്ലാവരോടും ഏറ്റവും നല്ലതാണ് വാഗ്ദാനം ചെയ്യണതെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഈ 2 പേരിലും വെച്ചിട്ട് പദവിയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ശ്രേഷ്ഠരാക്കിയത് ആരെയാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അടങ്ങിയിരിക്കുന്നവർക്ക് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ രോഗം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് യുദ്ധത്തിന് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോവാണ്ടിരിക്കണവർക്കും അവരുടെ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കും അല്ലേ. ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോവാണ്ടിരിക്കണവരെയായിട്ടാണ് അള്ളാഹു കമ്പയർ ചെയ്യണത്. ഈ ആയത്തിനെ കുറിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ചും പങ്കെടുക്കാതിരുന്ന ആളുകളെക്കുറിച്ചിട്ടുമാണ് ഈ ഒരു ആയത്ത് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി സൂറത്തു തൗബയിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ യുദ്ധത്തിന് പങ്കെടുക്കാൻ നിർബന്ധമാക്കിയിട്ടുള്ള ചില വ്യക്തികൾ അവർ എന്താണ് തക്കതായ കാരണമൊന്നും ഇല്ലാണ്ട് ഓരോ കള്ളത്തരൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആൾക്കാരെ ശക്തമായി അള്ളാഹു അവിടെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശം. അള്ളാഹു എല്ലാവർക്കും നന്മയാണ് ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ യുദ്ധത്തിന് പോകാണ്ടിരിക്കണവരെ അള്ളാഹു ആക്ഷേപിക്കണില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ജിഹാദിനെ കുറിച്ചിട്ട് ഇമാം ഇബ്നു തൈമിയ റഹ്മഹുല്ല പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ജിഹാദ് എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിഷയം സാധിക്കുന്നതിന് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണതിന് വേണ്ടിയിട്ടും അള്ളാഹുവിന് വെറുപ്പായ ഒരു കാര്യത്തെ തടഞ്ഞു നിർത്തുന്നതിനും നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. അതിനെക്കുറിച്ചിട്ടാണ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒറ്റൊരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണതല്ല. അത് വളരെ വിശാലമാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഈ ജിഹാദ് ചിലപ്പോൾ നടത്തേണ്ടി വരും. ഇനിയും അടുത്ത ആയത്തിൽ അള്ളാഹു ഇതിൻ്റെ ശ്രേഷ്ഠത തന്നെയാണ് പറയണത്. ദറജാത്തിൻ മിൻഹു, ദറജാത്ത് എന്താണ്? പദവികൾ. മിൻഹു അവങ്കൽ നിന്നുള്ള, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പദവികൾ അവർക്കുണ്ട്. പിന്നെ എന്തുണ്ട്? വമഗ്ഫിറത്തൻ പാപമോചനമുണ്ട്, വറഹ്മത്ത് കാരുണ്യമുണ്ട്. അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നിട്ടിറങ്ങുന്നവർക്ക് കൊടുക്കുന്നതാണ് പറയണത്. വക്കാൻ അള്ളാഹു ആകുന്നു താനും ഗഫൂറ റഹീമ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പം അള്ളാഹു അവരുടെ ശ്രേഷ്ഠമായ പദവീനെ ഒന്നും കൂടി നമുക്ക് വിശദാക്കി തരാണ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഈ ഹിജറ പോവാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വിശ്വാസം മനസ്സിൽ തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് ഹിജറ പോവാൻ തയ്യാറൊന്നും ഇല്ലാണ്ട് ഇരിക്കണ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് അവരുടെ സ്വത്തും ബന്ധുക്കളൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുമല്ല ഈ മുശ്രിക്കുകളുടെ പീഡനങ്ങളൊന്നും സഹിക്കാൻ അവർക്ക് പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ മതാനുഷ്ഠാനങ്ങളിലൊക്കെ വീഴ്ച വരുത്തും. ഇവർ കാണാണ്ടൊക്കെയാണല്ലോ ചെയ്യണത്, രഹസ്യമാക്കി വെക്കുകയാണ് ഇവരുടെ വിശ്വാസം. പലപ്പോഴും അപ്പോൾ ഇവർക്ക് മുശ്രിക്കുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്.
ഇവരപ്പോൾ അതിന് പറയണ ന്യായം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശത്രു രാജ്യത്താണല്ലോ ഉള്ളത്, കാരണം ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകളുടെ ഇടയിലാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും മതാനുഷ്ഠാന കാര്യങ്ങളിലാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ നയങ്ങളൊക്കെ സ്വീകരിക്കേണ്ട വരുന്നത് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ടെന്നാണ് അവർ ന്യായം പറയണത്. അപ്പോൾ ഈ ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാൽ മദീനയിലേക്ക് ഹിജറ പോകാനായിട്ട് യാതൊരു തടസ്സവും ഇല്ല. മദീനയിലേക്ക് ഹിജറ പോകാൻ നിർബന്ധമായിട്ടുണ്ടായിരുന്നു, കാരണം മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാ സത്യവിശ്വാസികളും മദീനയിലേക്ക് ഹിജറ പോയിക്കൊള്ളാനായിട്ടൊരു നിർബന്ധ കൽപ്പനയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഹിജറ പോവാണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ് قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. അപ്പോൾ ഈ ആയത്തിൽ പറയണത് ഹിജറ പോവാണ്ട് നിൽക്കണ ആളുകളെ കുറിച്ചിട്ടാണ്. അവരെ മരണം പിടികൂടുന്ന ഒരു സാഹചര്യത്തിൽ മലക്കുകൾ ചോദിക്കും നിങ്ങൾ എന്തൊരു അവസ്ഥയിലാണുള്ളത് എന്ന്. കാരണം അവർക്ക് ഹിജറ പോകാനൊക്കെ സാഹചര്യം ഉണ്ട്, എന്നിട്ട് പോവാണ്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ ദുർബലരായിരുന്നു എന്ന് പറയും, ഭൂമിയിൽ ഞങ്ങൾ ദുർബലരായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥയിലായതെന്ന് പറയും. അപ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഹിജറ പോയി കൂടായിരുന്നോ എന്നാണ് അവർ ചോദിക്കണത്. ഈ ഒരു ആയത്തിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് സ്വഹാബികൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മക്ക നിവാസികളിൽ കുറേ ആളുകൾ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ ഇസ്ലാമിനെ വളരെ നിസ്സാരമായിട്ടാണ് കരുതി പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഹിജറ പോകാനൊക്കെ അവസരം ഉണ്ടായിട്ടും പോകാണ്ട് ഇങ്ങനെ നിൽക്കണം അല്ലേ. അവരുടെ മതകാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, അവരുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യൂല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കണം. എന്താ, അവർ ഇസ്ലാമിനെ വളരെ നിസ്സാരമായിട്ടാണ് കരുതി പോകുന്നത്. അങ്ങനെ മുശ്രിക്കുകൾ ബദർ യുദ്ധത്തിന് പോയപ്പോൾ ഇവരെയും കൊണ്ടുപോയി. ചിലർക്ക് യുദ്ധത്തിൽ പരിക്കേറ്റു, ചിലർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ മുസ്ലിങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസികൾ പറഞ്ഞു, ഇതേ നമ്മുടെ സഹോദരന്മാർ ഇവർ മുസ്ലിങ്ങളായിരുന്നു, അങ്ങനെ ഇവരെ ശത്രുക്കൾ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് യുദ്ധത്തിന്. അങ്ങനെ അവർക്ക് വേണ്ടി ഈ സത്യവിശ്വാസികൾ, ഈ കൊല്ലപ്പെട്ട ഈ മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സത്യവിശ്വാസികൾ പാപമോചനം തേടി. അപ്പോൾ ആ സമയത്ത് അവരുടെ വിഷയത്തിൽ അവതരിച്ച ആയത്താണ് ഇത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ആയത്ത് നമുക്ക് നോക്കാം. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, തവഫാഹുമുൽ മലായികതു, തവഫ, വഫ എന്ന് വെച്ചാൽ പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ തവഫാഹും, അവരെ പൂർണ്ണമായി ഏറ്റെടുത്തു. ആര്? അൽ മലായികതു, മലക്കുകൾ. അതായത് മരണപ്പെട്ട ആ സമയമാണ് പറഞ്ഞത്, അവരുടെ ആത്മാവിനെ പിടിച്ചെടുത്ത സമയത്ത്. അപ്പോൾ എങ്ങനത്തെ ആളുകളാണ് ഇവർ? ളാലിമീ അൻഫുസിഹിം, അവരുടെ സ്വന്തം ആത്മാക്കളോട് തന്നെ അവർ അക്രമം ചെയ്തു അല്ലേ. ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അള്ളാഹു പറഞ്ഞ എന്താണ്, അവരോട് തന്നെയാണ് അക്രമം ചെയ്യണേന്നല്ലേ. എങ്ങനെയാണ് ഇവർ അക്രമം ചെയ്തത്? ഹിജറ പോകേണ്ട സമയത്ത് പോവാണ്ട് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനങ്ങൾക്ക് നിസ്സാരമായ വില കരുതി അവർ പ്രാധാന്യം നൽകിയത് വേറെ പല കാര്യങ്ങൾക്കായിരുന്നു. അങ്ങനെ നിന്ന ആളുകളാണ്. അപ്പോൾ അവരോട് തന്നെയാണ് അക്രമം ചെയ്തത് അല്ലേ. അങ്ങനെയുള്ള ആളുകളെ മലക്കുകൾ വന്നിട്ട് മരണപ്പെടുന്ന ആ സമയത്ത് ഇവരുടെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോൾ ഈ മലക്കുകൾ ഇവരോട് ചോദിക്കും, ഖാലു ഫീമ കുന്തും, നിങ്ങൾ എന്തിലായിരുന്നു, നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറയണ മറുപടി ഇങ്ങനെയാണ്. ഖാലു, അവർ പറയും, കുന്ന, ഞങ്ങളായിരുന്നു, മുസ്തദ്അഫീന ഫിൽ അർള്, ഭൂമിയിൽ ഞങ്ങൾ ബലഹീനന്മാരായിരുന്നു അല്ലേ. പല കാര്യങ്ങളും ചെയ്യാനായിട്ട്, മതപരമായ പല കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നില്ല, ഞങ്ങൾ ശത്രുക്കളുടെ ഇടയിലായിരുന്നു എന്നാണ് അവർ ന്യായം പറയണത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മലക്കുകൾ ചോദിക്കുകയാണ്, ഖാലു അലം തക്കുൻ, ആയിരുന്നില്ലേ, അർളുല്ലാഹി, അള്ളാഹുവിൻ്റെ ഭൂമി, വാസിയ വെച്ചാൽ വിശാലമായതായിരുന്നില്ലേ, അള്ളാഹുവിൻ്റെ ഭൂമി നിങ്ങൾക്ക് വിശാലമായതായിരുന്നില്ലേ, ഫതുഹാജിറു ഫീഹ, നിങ്ങൾക്ക് ഹിജറ പോകാമായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കണത്. ഫഉലൈക, എന്നാൽ അക്കൂട്ടർ, മഅ്വാഹും, അവരുടെ സങ്കേതം, ജഹന്നം, നരകമാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ദീനിന് അധികം പ്രാധാന്യം നൽകാണ്ട് നിന്ന ആ ആളുകളുടെ സങ്കേതം എവിടെയാണ്? നരകത്തിലാണ് അവർ ചെന്ന് എത്തണത് എന്നാണ് പറയണത്. വസാഅത് മസീറ, അത് എത്രയോ മോശമായ പര്യവസാനമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ജിഹാദ് എന്ന് പറയണത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും നമ്മളുടെ ജീവിതത്തിലും ഒക്കെ വരും അല്ലേ.
യുദ്ധം മാത്രമല്ല ജിഹാദ് എന്ന് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ പ്രീതി നേടാനായിട്ട് അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊരു തടസ്സം ഉണ്ടെങ്കിലും അതൊരു കാരണമാക്കി എടുത്തിട്ട് നമ്മളത് ചെയ്യാണ്ടിരിക്കരുതെന്ന്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു കാരണമായി ഞാൻ ഭയങ്കര ദുർബലനായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞതെന്ന് പറഞ്ഞിരിക്കണതിൽ അർത്ഥമില്ല എന്നാണ്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവണം എന്താണ്, വീട്ടിൽ നിന്ന് എന്താണ് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. തൗഹീദ് പറഞ്ഞപ്പോൾ ഉപ്പ എന്താ പറഞ്ഞത്, സൂറത്ത് മറിയത്തിൽ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ആ സംഭവം. എറിഞ്ഞാട്ടുന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട് വിട്ടിറങ്ങുകയാണ്. എന്തിനാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും ഇപ്പോൾ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ജോലി സംബന്ധമായ കാര്യം വരെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇസ്ലാമിക വേഷത്തിൽ നിന്ന് മാറാനായിട്ട് ചിലർ തയ്യാറാവാണ്. അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾക്ക് ഹസ്ബൻഡിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വേഷവിധാനങ്ങൾ മാറ്റുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു ന്യായീകരണം നമുക്ക് പറയാനില്ല. അള്ളാഹു പറയാണ് എന്താണ്, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്നാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനായിട്ട് വേറെ പല സാഹചര്യങ്ങളും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എന്നിട്ട് അവസാനം പറഞ്ഞ എന്താണ്, അവരുടെ സങ്കേതം ജഹന്നമാണെന്നാണ് പറഞ്ഞത്. അവർ വിശ്വാസികളല്ല എന്നല്ല പറഞ്ഞത്, അവർ വിശ്വാസികളാണ്, അവർ ഇസ്ലാമിനെ അംഗീകരിച്ച ആളുകളാണ്, എന്നിട്ടും അതിനെ നിസ്സാരമായി കണ്ടു എന്നാണ് അവർ ചെയ്ത കുറ്റം അല്ലേ. അടുത്ത ആയത്തിൽ അള്ളാഹു ഇതിനൊരു എക്സെപ്ഷണൽ കേസ് പറയാണ്, ദുർബലരായ ആളുകൾ ഒഴികെയെന്ന്. അപ്പോൾ ദുർബലരായ ആളുകൾക്ക്, അതായത് ഇവർക്ക് ഹിജ്റ പോകാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറാനോ ഇവർക്ക് ആഗ്രഹവും മനസ്സും ഒക്കെ ഉണ്ട്, പക്ഷേ അവർക്കതിന് കഴിയാണ്ട് പോയ ആളുകളെ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. ആയത്ത് നമുക്ക് നോക്കാം. ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാനി ലാ യസ്തത്വിഊന ഹീലതൻ വലാ യഹ്തദൂന സബീലാ. ഇല്ലൽ മുസ്തദ്അഫീന വെച്ചാൽ ദുർബലരായവർ. അപ്പം ഇല്ലൽ മുസ്തദ്അഫീന ദുർബലരായവരൊഴികെ. അപ്പോൾ അവർ ഈ ജഹന്നമിൽ ചെല്ലൂല എന്നാണ് പറയണത് അല്ലേ. ആരൊക്കെയുണ്ട് ഈ ദുർബലരായ ആളുകൾ? മിനരിജാലി പുരുഷന്മാരാകുന്ന, വന്നിസായി സ്ത്രീകളും, വൽവിൽദാനി കുട്ടികളും. അപ്പോൾ പുരുഷന്മാരായ ബലഹീനരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ രോഗം കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ ഒക്കെ ഹിജ്റ പോകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവർ ദുർബലരാണല്ലേ, കുട്ടികളും ദുർബലരാണ്. ലാ യസ്തതിഊന, ഇസ്തതാ എന്ന് വെച്ചാൽ സാധിച്ചു എന്നാണ്. അപ്പം ലാ യസ്തതിഊന അവർക്ക് സാധിക്കുകയില്ല, ഹീലത്തൻ ഒരു ഉപായത്തിന് അല്ലെങ്കിൽ ഒരു മാർഗം കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കണില്ല. വലാ യഹ്തദൂന അവർക്ക് വഴി കാണുന്നുമില്ല, സബീല ഒരു മാർഗം. അപ്പം ഇതിൽ നിന്നും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനായിട്ട് ഒരു അമല് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള നിവൃത്തിയുമില്ല. അവർക്ക് ആഗ്രഹമില്ലാണ്ടോ അവർ പരിശ്രമിക്കാണ്ടോ അല്ല, അവർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാലേ. അങ്ങനത്തെ ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാണ്. അപ്പം നമുക്കൊരു അവസരം വേറെ ഉണ്ട്, ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് നമ്മളതിന് പോവാണ്ട് അയ്യോ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കരുത് എന്നാണ് പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഇങ്ങനെ ദുർബലരായ ഈ ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. ഫഉലൈക എന്നാൽ അക്കൂട്ടർ, അസല്ലാഹു അള്ളാഹു ആയേക്കാം, അയ്യഅഫു അൻഹും അവർക്ക് മാപ്പ് നൽകുന്നവനായേക്കാം. വകാനല്ലാഹു അഫുവൻ ഗഫൂറ അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഹിജറ പോയ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അള്ളാഹു പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. വമൻ യുഹാജിർ ആരെങ്കിലും ഹിജ്റ പോകുന്ന പക്ഷം, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, യജിദ് വജദ എന്നുള്ള വാക്കാണ്, വജദ കണ്ടു, വജദ യജിദു. അപ്പം യജിദ് അവൻ കണ്ടെത്തും, ഫിൽ അർലി ഭൂമിയിൽ, മുറാഗമൻ എന്ന് വെച്ചാൽ ആശ്രയം, കസീറ ധാരാളമായി, വസ വിശാലതയും. അപ്പോൾ ഒരാൾ ഹിജ്റ പോവാനായിട്ട് പുറപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് വിശാലതയും ഒരുപാട് ആശ്രയങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്, അള്ളാഹു സഹായിക്കും എന്നർത്ഥം. വമൻ യഖ്റുജ് ഇനി ആരെങ്കിലും പുറപ്പെടുന്നതായാൽ,
മിംബൈത്തിഹി തൻ്റെ വീട്ടിൽ നിന്നും മുഹാജിറൻ ഹിജറ പോകുന്നവനായിട്ട് ഇലല്ലാഹി അള്ളാഹുവിലേക്ക് വറസൂലിഹി അവൻ്റെ റസൂലിലേക്കും സുമ്മ പിന്നീട് യുദ്രിക്കുൽ മൗത്തു പിന്നീട് അദ്ദേഹത്തെ മരണം പിടികൂടുകയാണ്. മരണം പിടികൂടി ഫഖദ് എന്നാൽ തീർച്ചയായും വഖഅജ്റുഹു അവൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടു അല്ലാഹുവിൻ്റെ മേൽ. വഖാൻ അല്ലാഹു ആകുന്നു താനും ഗഫൂറർ റഹീം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പോൾ ഇതിൽ അള്ളാഹു പറയുന്നത് ആരെങ്കിലും ഹിജറയ്ക്ക് ഒരുങ്ങി വന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോന്നു കഴിഞ്ഞാൽ അള്ളാഹു ഒരുപാട് സഹായങ്ങളും ആശ്രയങ്ങളും ഒക്കെ നൽകും എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും ഹിജറ ഉദ്ദേശിച്ചു പുറപ്പെട്ടു, അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെടുകയാണ്, ആ മരണപ്പെട്ടാലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ നെയ്യത്തിനാണ് പ്രതിഫലം അല്ലേ, അവരെന്താണോ ഉദ്ദേശിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത് അതിനുള്ള പ്രതിഫലം സ്ഥിരപ്പെട്ടു എന്നാണ് അള്ളാഹു പറയണത്. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത് എങ്ങനെയാണ്? നിശ്ചയമായും കർമ്മങ്ങൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കുന്നു. നമ്മളിപ്പോൾ എന്തൊരു കർമ്മം ചെയ്താലും നമ്മളുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടുകയെന്ന്. ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരാൾ ഹിജറ പോവുകയാണ്, അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? അയാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി ഹിജറ പോയി, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾക്ക് അതേ കിട്ടുള്ളൂ. ഇനി ഹിജറ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അൻസാരികൾ സഹായിക്കാനുണ്ട് അല്ലേ, അവരെ സ്വത്ത് തരും, ഭാര്യമാരെ തരും, അങ്ങനെ എല്ലാതും കിട്ടും. അപ്പം അങ്ങനത്തെ കുറേ ഇഹത്തിലെ വിഭവങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് ഒരാൾ ഹിജറ പോകണമെങ്കിൽ അയാൾക്ക് അത് കിട്ടും. അല്ലാണ്ട് അള്ളാഹുവിൽ നിന്ന് ഹിജറ പോയതിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോയതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്ക് കിട്ടുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസ് ഇങ്ങനെയാണ്: എല്ലാ നന്മയും തിന്മയും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരാളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അത് ചെയ്തില്ല, എന്നാൽ എന്താ ഉണ്ടാവുക? എന്നാൽ അള്ളാഹു അതൊരു പൂർണ്ണമായ നന്മയായി രേഖപ്പെടുത്തും. ഇനി ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് ചെയ്യുകയും ചെയ്താലോ, ആ നന്മ അള്ളാഹു 10 നന്മയായിട്ടോ അല്ലെങ്കിൽ 700 വരെയോ അല്ലെങ്കിൽ അതിലധികം ഇരട്ടിയായിട്ട് അള്ളാഹു അതിനെ രേഖപ്പെടുത്തും. ഇനി ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ടത് ചെയ്തില്ല, അപ്പോൾ ആ തിന്മ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അത് ഒരു നന്മയായി രേഖപ്പെടുത്തും. ഇനി ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ടത് ചെയ്തു, ആ തിന്മ ചെയ്താലോ അള്ളാഹു ആ ഒരു തിന്മ മാത്രമായിട്ടാണ് രേഖപ്പെടുത്തുകയെന്ന്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണല്ലേ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മളുടെ ഉദ്ദേശം അനുസരിച്ചായിരിക്കും അള്ളാഹു പ്രതിഫലം നൽകുക എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത ആയത്തിൽ അള്ളാഹു നമസ്കാരം ചുരുക്കി നമസ്കരിക്കണതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ആയത്ത്. وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ إن خفتم أن يفتنكم الذين كفروا إن الكافرين كانوا لكم عدوا مبينا. وإذا ضربتم ഇതാന്ന് വെച്ചാൽ ഒരു സന്ദർഭമാണ്. ലൊറബ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കുറേ അർത്ഥമുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? യാത്ര ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം നിങ്ങൾ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ യാത്ര പോയാൽ ഫിൽ അർലി ഭൂമിയിൽ ഫലൈസ എന്നാൽ നിങ്ങളുടെ മേലില്ല, അലൈക്കും നിങ്ങളുടെ മേൽ, ലൈസ ഇല്ല, അലൈക്കും നിങ്ങളുടെ മേൽ. അപ്പം എന്നാൽ നിങ്ങളുടെ മേലില്ല ജുനാഹുൻ കുറ്റമില്ല അല്ലെങ്കിൽ തെറ്റില്ല. എന്തിന്? അൻ തഖസുറു നിങ്ങൾ ചുരുക്കുന്നതിന്, മിനസ്വലാത്തി നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്നും നിങ്ങൾ ചുരുക്കുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ല. ഇൻ ഖിഫ്തും നിങ്ങൾ ഭയപ്പെട്ടെങ്കിൽ, ഐ യഫ്തിനകുമുല്ലദീന കഫറു അവിശ്വാസികൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് നിങ്ങൾ ഭയപ്പെട്ടെങ്കിൽ നിങ്ങൾ നമസ്കാരത്തിൽ നിന്നും യാത്രയിൽ ചുരുക്കുന്നതിൽ തെറ്റില്ല. ഇന്നൽ കാഫിരീന നിശ്ചയമായും അവിശ്വാസികൾ, കാനു അവരാകുന്നു, ലക്കും നിങ്ങൾക്ക്, അദുവം മുബീന, അദുവാരാണ് ശത്രുവാണ്, മുബീന സ്പഷ്ടമായ. അപ്പോൾ നിശ്ചയമായും അവിശ്വാസികൾ നിങ്ങൾക്ക് സ്പഷ്ടമായ ശത്രുക്കളാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ഇപ്പം നമ്മൾ യുദ്ധത്തിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹിജറ പോവുകയാണെങ്കിലും ഏതൊരാവശ്യത്തിനാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു മുസ്ലിമിനും അവൻ്റെ 5 നേരത്തെ നമസ്കാരം, നിർബന്ധമായ നമസ്കാരം ഒരിക്കലും നിർവഹിക്കാണ്ടിരിക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ അത് നിർവഹിക്കണം. അപ്പോൾ അതിന് അള്ളാഹു നമുക്കൊരു സൗകര്യം ഏർപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നമസ്കാരത്തെ ചുരുക്കി നിർവഹിക്കാം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അല്ലേ.
അപ്പോൾ ഈ ചുരുക്കിയുള്ള നമസ്കാരം 2 തരത്തിലുണ്ട്. ഒന്ന് സ്വലാത്തുൽ ഖൗഫ് എന്ന് പറയും. നമ്മളൊരു ഭയപ്പെട്ടുകൊണ്ടുള്ള നമസ്കാരം. ഒരു ഭയപ്പാടിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് നമസ്കാരത്തെ റക്അത്തിൻ്റെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ കിബിലയ്ക്ക് നേരെ ആകാതെ നിസ്കരിക്കുക, അല്ലെങ്കിൽ റുക്കുവോ സുജൂദോ ഒക്കെ പൂർത്തിയാക്കാതെ നടന്നും ഇരുന്നും ഒക്കെ നടന്നും ഓടിയും ഒക്കെ കൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന ഒരു രൂപമാണ് സ്വലാത്തുൽ ഖൗഫ്. അങ്ങനെ നമ്മൾക്ക് നമസ്കരിക്കാം. പിന്നെന്താണ് 4 റക്അത്തുള്ള നമസ്കാരത്തിന് നമുക്ക് ചുരുക്കി 2 റക്അത്താക്കാം. അത് നമുക്കറിയണ നമസ്കാരമാണ് അല്ലേ, നമ്മളെല്ലാവരും യാത്രയിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയും നമസ്കരിക്കാം. അപ്പോൾ സ്വലാത്തുൽ ഖൗഫിനെ കുറിച്ച് അടുത്ത ആയത്തിൽ അള്ളാഹു വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഖുർആൻ മുഖേന അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാത്രയിലെ നമസ്കാരം ഖസറാക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നതാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, യാത്രയിലെ ഖസർ നമസ്കാരം അള്ളാഹുവിൻ്റെ കിതാബിൽ കാണുന്നില്ലല്ലോ, ഭയപ്പാടിൻ്റെ നമസ്കാരം സ്വലാത്തുൽ ഖൗഫ് മാത്രമാണല്ലോ ഖുർആനിൽ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്: സഹോദരപുത്ര, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അയച്ച അവസരത്തിൽ നമുക്കൊന്നും അറിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം ചെയ്യുന്നതായി നാം കാണുന്നുവോ അപ്രകാരം നാം ചെയ്യുന്നുവെന്ന് മാത്രം. അതായത് യാത്രയിലെ ഖസർ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കുക എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിൽ വരുത്തിയ ഒരു സുന്നത്താകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് യാത്രയിൽ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാം. ഇവിടെ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമസ്കാരം കസറാക്കുന്നതിൽ ചുരുക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അവിടെ എത്ര ദൂരം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ. ഈ യാത്രാ ദൂരത്തെ സംബന്ധിച്ചെടുത്ത് ഇത്ര ദൂരം ഉണ്ടെങ്കിലേ യാത്രയിൽ ഖസർ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന ഒരു സുന്നത്ത് കാണാൻ പറ്റൂല. പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിൽ എല്ലാം കൂടി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു നിശ്ചിത ദൂരം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു ദൈനംദിന ജീവിതത്തിലെ യാത്രകൾ പെടൂല. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോണതോ അല്ലെങ്കിൽ സ്കൂളിൽ പോണതോ ഒന്നും അതിൽ പെടൂല. അല്ലാത്ത രീതിയിലുള്ള യാത്രകളൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താമെന്നാണ് മനസ്സിലാവുന്നത്. ഇമാം ഇബ്നു ഖയ്യൂം റഹിമഹുല്ല പറയണത് ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായത്തിന് നമസ്കാരം ഖസറാക്കുവാനും നോമ്പ് ഉപേക്ഷിക്കുവാനും ഒരു നിശ്ചിത വഴിദൂരം നിർണയിച്ചു കൊടുത്തിട്ടില്ല. അവർക്കത് നിരുപാധികം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് നമ്മളെ ആവശ്യകത അനുസരിച്ചോ ഉചിതമനുസരിച്ചോ ചെയ്യാം എന്നാണ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നീട് അദ്ദേഹം പറയാണ്, തയമ്മുവിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. എന്നാൽ 1 ദിവസത്തെയും 2 ദിവസത്തെയും 3 ദിവസത്തെയും യാത്ര എന്നൊക്കെ നിർണയിച്ചു കൊണ്ടുള്ള റിവായത്തുകളാകട്ടെ ഒന്നും ബലവത്തായി സ്ഥിരപ്പെട്ടിട്ടില്ല അല്ലേ. നമ്മൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്താൽ അങ്ങനെ കസറാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തയമ്മത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായൊരു ദൂര കണക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അത് ഓരോ സാഹചര്യം അനുസരിച്ചും നമുക്ക് നമ്മുടെ ഉചിതനുസരിച്ചും നിർവഹിക്കാമെന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം എന്താ, ഖസറാക്കുന്നതിൽ തെറ്റില്ല എന്നല്ലേ, ചുരുക്കി നമസ്കരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയണത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകളിലെല്ലാം തന്നെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുക്കിക്കൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാവണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ 4 റക്അത്തുള്ള നമസ്കാരത്തെ ഒരിക്കലും പൂർത്തിയായി നമസ്കരിച്ച് കണ്ട ഒരു ഹദീസും ഇല്ലാന്ന്. അപ്പോൾ യാത്രയിൽ 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഔദാര്യമാണ്, അത് സ്വീകരിക്കണതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലാവണത്. യഅ്ല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ ആയത്തിൽ പറഞ്ഞിരിക്കണം എന്താണ്, അവിശ്വസിച്ചവർ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് ഭയപ്പെട്ടാലാണ് നിങ്ങൾ നമസ്കാരത്തെ ചുരുക്കിക്കൊള്ളാൻ പറഞ്ഞിരിക്കണത്. ഇപ്പോൾ ആ ഒരു നിർഭയത്വമൊക്കെ മാറി ശത്രുക്കളിൽ നിന്നും പേടിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു ആയത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് നമ്മൾ വർത്തിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ, താങ്കൾക്ക് തോന്നിയ അതേ ആശ്ചര്യം എനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു സ്വതക്കയാണ്, അത് അവൻ്റെ സ്വതക്ക നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുവെന്ന്. കാരണം ഇപ്പം നമുക്ക് നിർഭയത്വമൊന്നുമില്ല, പേടിയൊന്നുമില്ല യാത്രയിൽ. സാധാരണ ഒരു യാത്ര നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്കിത് ഈ ഒരു നയം സ്വീകരിക്കാം അല്ലേ, നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കാം. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സ്വതക്കയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആയത്ത് അവതരിച്ചത് പശ്ചാത്തലം യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹിജ്റയുടെയോ ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മളുടെ യാത്രകളിലും ഇത് നിർവഹിക്കണതിൽ തെറ്റില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിൽ ആദ്യം പറഞ്ഞ എന്താണ്, യുദ്ധത്തിന് പോവാണ്ട് വീട്ടിലടങ്ങിയിരിക്കുന്ന ആളുകളും
യുദ്ധത്തിന് വേണ്ടിയിട്ട് തൻ്റെ സ്വത്തും ധനവും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളും ഒരുപോലെയല്ല. അള്ളാഹു ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്ക് ശ്രേഷ്ഠത അള്ളാഹു വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മറ്റവരെക്കാളും, അല്ലേ, വീട്ടിലടങ്ങിയിരിക്കണേക്കാളും. അള്ളാഹുവിൽ നിന്നും വമ്പിച്ച പ്രതിഫലം അവർക്കുണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തിക്കൊടുക്കും. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം അവർക്കുണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവർക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇനി എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ഹിജ്റ വരാൻ തയ്യാറില്ലാണ്ട് അവിശ്വസിച്ച ആളുകളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ കൂടെ ജീവിക്കണ ആളുകൾ, അവർ മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കും, നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, നിങ്ങൾ ദീനിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, എന്താ, ഞങ്ങൾ ദുർബലരായിരുന്നു ഭൂമിയിൽ എന്ന് പറയുമ്പോൾ തിരിച്ച് മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ കണ്ടത്. എന്താ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന്. അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരിക്കെ, നമുക്ക് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കെ നമ്മൾ നിസ്സാര കാരണം പറഞ്ഞ് ദീനിൻ്റെ കാര്യങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അല്ലേ. അങ്ങനെയുള്ളവർക്ക് എന്താണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്? നരകമാണ് അവരുടെ സങ്കേതം എന്നാണ് പറഞ്ഞത്. അത് എത്രയോ മോശപ്പെട്ട സങ്കേതമാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒഴിവായ കുറച്ച് ആളുകളെ കുറിച്ച് പറഞ്ഞു, അല്ലേ. ബലഹീനരായ ആളുകൾ, അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ജിഹാദ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവർ ദുർബലരാണ്, അവർക്ക് അതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു കരുത്തില്ല, അതിനൊരു മാർഗം കണ്ടെത്താൻ അവർക്കൊരു നിവൃത്തിയില്ലെങ്കിൽ അവർ ഈ ഒരു വിഭാഗത്തിൽ നിന്നും ഒഴിവാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു. അവർക്ക് ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, അല്ലേ. അത് അള്ളാഹു ആണ് അവരുടെ ഹൃദയം കാണുന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞതെന്നാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പുറപ്പെട്ട ആളുകൾ, അവർക്ക് അള്ളാഹു ഭൂമിയിൽ വിശാലത നൽകും, അല്ലെങ്കിൽ അള്ളാഹു ഒരുപാട് ആശ്രയങ്ങൾ അള്ളാഹു അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കും എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും ഹിജ്റ പുറപ്പെട്ടു പക്ഷേ വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രതിഫലം അവൻ്റെ മേൽ സ്ഥിരപ്പെട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവരുടെ നെയ്യത്തിനുള്ള പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മളുടെ നെയ്യത്താണ് അള്ളാഹു അവിടെ നോക്കണത് എന്നാണ്, അല്ലേ. ഈ ഒരു ആയത്തിൻ്റെ ആശയത്തിലേക്ക് കൂടുതൽ വെളിച്ചം നൽകുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. എന്താ, 99 പേരെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ ഒരു പുരോഹിതൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരോഹിതനെയും കൂടി, ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ആ പറഞ്ഞ പുരോഹിതനെയും കൂടി കൊന്നു. അങ്ങനെ പിന്നെ വേറൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ 100 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ തൗബയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, താൻ ഇപ്പം ജീവിക്കണം നാട്ടിൽ നിന്നും നല്ല ആളുകൾ ജീവിക്കണ നാട്ടിലേക്ക് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. ആ നാട്ടിൽ അള്ളാഹുവിനെ ആരാധിക്കണ ആളുകളുണ്ട്, അവരോടൊപ്പം പോയിട്ട് അള്ളാഹുവിനെ ആരാധിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ രാജ്യത്ത് നിന്ന് ഇയാൾ മടങ്ങി, അതായത് ദുഷിച്ച രാജ്യത്ത് നിന്നും മടങ്ങി നല്ല ആളുകളുള്ള രാജ്യത്തേക്ക് പോണ വഴി ഇദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ റഹ്മത്തിൻ്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും തമ്മിൽ തർക്കമായി. ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ ഇതേവരെ നന്മ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് മനസ്സ് ഖേദിച്ചിട്ടാണ് ഇയാൾ മടങ്ങിയത്, ഇയാൾ നല്ല ഉദ്ദേശത്തിലാണ് മടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോൾ മലക്കുകൾക്ക് നൽകപ്പെട്ട നിർദ്ദേശം എങ്ങനെയായിരുന്നു? അദ്ദേഹം ഉപേക്ഷിച്ചു പോന്ന നാട്ടിലേക്കും അയാൾ പോകാൻ ഉദ്ദേശിച്ച നാട്ടിലേക്കുള്ള ദൂരം അളക്കാൻ, ഏത് നാട്ടിലേക്കാണോ അത് ഒരു ചാൺ കൂടുതലുള്ളത് അവിടേക്കുള്ള മലക്കുകൾ ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഈ നല്ല ആളുകളുള്ള നാട്ടിലേക്കാണ് ഒരു ചാൺ അദ്ദേഹം കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടാണ്, ആ നല്ല നാട്ടിലേക്കാണ് അദ്ദേഹം കൂടുതൽ അടുത്തത് കൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്താ, അദ്ദേഹം അതുവരെ ചെയ്ത അമലുകളൊക്കെ മോശമായ കാര്യമായിരുന്നു, പക്ഷേ നല്ലൊരു ഉദ്ദേശത്തിൽ പുറപ്പെട്ടപ്പോൾ അള്ളാഹു ആ നെയ്യത്തിനെയാണ്, ആ ഉദ്ദേശത്തെയാണ് അള്ളാഹു പരിഗണിച്ചത് എന്നാണ്. അപ്പോൾ അതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലായത്. പിന്നെ പറഞ്ഞു, എന്താണ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹു പറഞ്ഞു, അവിശ്വാസികൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് ഭയപ്പെട്ടെങ്കിൽ നിങ്ങൾ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിച്ചോളാനാണ് ആയത്തിൽ പറഞ്ഞത്. പക്ഷേ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഔദാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സ്വതക്കയാണ്. നമുക്കത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാം. അതിന് പ്രത്യേക ഒരു കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല, യാത്ര ഇത്ര ദൂരമായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര ദിവസമായിരിക്കണമെന്നും പ്രബലമായ ഒരു ഹദീസുകളും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.